വളരെ രോഷത്തോടു കൂടി മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. 25 ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. മുസ്ലിം അല്ലെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഹിന്ദു ആയതുകൊണ്ട് അവനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായി. മനുഷ്യന്റെ മതം ചോദിച്ച് കൊല്ലുന്ന അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അതേ മനോഭാവമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും. അപ്പൊ ഇത് എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സംസാരിക്കണമെന്ന്, നമ്മൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. വളരെ രോഷത്തോടു കൂടി മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല. പാൽഗറിൽ 25 ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്നു. അതിനകത്ത് ഏറ്റവും പൈശാചികമായ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയും. തീവ്രവാദത്തിന് മതമില്ലെന്ന് പറയും. ഇന്ന് നടന്നത് അവിടെയുള്ള ആ പാവപ്പെട്ടവരുടെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് അവൻ മുസ്ലിം അല്ലെന്ന് വരുത്തി തീർത്തതിന് ശേഷം, മുസ്ലിം അല്ലെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഹിന്ദു ആയതുകൊണ്ട് അവനെ വെടിവെച്ച് കൊല്ലുകയുണ്ടായത്. ഇത്രയും പൈശാചികമായിട്ട്, ഇത്രയും വലിയ ഒരു പൈശാചികമായ കൊലപാതകങ്ങൾ നടന്നിട്ട് കേരളത്തിലെ നാണം കെട്ട അറക്കുന്ന മീഡിയ എന്താണ് കാണിക്കുന്നത്? അബ്സല്യൂട്ട്ലി ഡിസ്കസ്റ്റിംഗ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. നാണം കെട്ടവന്മാര് ആ വാർത്തയ്ക്ക് അതിന് തക്ക പ്രാധാന്യത്തോടു കൂടി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല. കാര്യം എന്താന്ന് പറഞ്ഞാല് ജിഹാദികൾക്ക് വിറ്റ് തൊലച്ചിരിക്കുകയാണ് കേരളത്തിലെ മീഡിയ. അവന്മാരുടെ പോക്കറ്റിലാണ് മീഡിയ, അവന്മാരുടെ മീഡിയ. അവന്മാര് പറയുന്നിടത്ത് നടക്കും, അവന്മാര് പറയുന്നിടത്ത് ചെയ്യും. ഇത്രയും വലിയൊരു പ്രശ്നം നടന്നിട്ട്, ഇത്രയും വലിയൊരു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം നടന്നിട്ട്, ഇറ്റ്സ് ജസ്റ്റ് ആബ്സല്യൂട്ട്ലി ഐ ജസ്റ്റ് കാൺട്ട് പുട്ട് ഇറ്റ് ടു വേർഡ്സ്. ഇത് വലിയൊരു എന്താണ് സംഭവിക്കുന്നത് കേരളത്തിലെ സമൂഹത്തിൽ? എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇതിപ്പോ ആദ്യത്തെ പ്രാവശ്യമല്ല. ഇതിപ്പോ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് ഇവിടത്തെ പാവപ്പെട്ട മനുഷ്യർക്കെതിരെ എത്ര മാത്രം അക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? എന്താണ് വെസ്റ്റ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മനുഷ്യന്റെ മതം ചോദിച്ച് തന്നെ അവൻ ഹിന്ദു ആണെന്ന് ഉറപ്പ് വരുത്തി തന്നെ അവനെ നേരിട്ട് ആക്രമിക്കുകയാണ് ഇവിടെ. ബംഗാളിനെ കുറിച്ച് ആരും സംസാരിക്കുന്നുണ്ടോ ഇവിടെ? ഇല്ല. ബംഗാളിനെ കുറിച്ച് കേരളത്തിലെ ഒരു മാധ്യമവും സംസാരിക്കത്തില്ല. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ള TRP റേറ്റിംഗ് ഉള്ള ഒരു മാധ്യമം പണ്ട് BJPയുടെ പ്രവർത്തകര് ബംഗാളിൽ മരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചപ്പോ അവരവിടെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞതാണ്. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മനസ്സ്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെ സംസാരിക്കണമെന്ന്, നമ്മൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന്. മനുഷ്യന്റെ മതം നോക്കി, മനുഷ്യന്റെ മതം ചോദിച്ച് കൊല്ലുന്ന അവന്മാരുണ്ടല്ലോ, അവന്മാരുടെ അതേ മനോഭാവമാണ് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും. മതം നോക്കി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി ഡിസ്കസ്റ്റിംഗ്. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. കേരളത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 100% സാക്ഷരത എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരിക്കുന്നത് I can't put it to words. I don't think it deserves anything else. I don't think it deserves any other എന്താ പറയാനുള്ളത്? മരിച്ചവർക്കെല്ലാം ആത്മശാന്തി കിട്ടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട
വിഷയം അത് തന്നെയായിരുന്നു. അല്ലെങ്കിൽ വളരെ സങ്കടം തോന്നുന്നത് കാണുന്ന കാഴ്ചയിൽ ഓരോ ഫോട്ടോസൊക്കെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നത്